നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ നെടുമങ്ങാട് കൊല്ലം സെന്ററുകളുടെ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ ഷൈജിത ഷൈലാജ് നിയമിതയായി. ഒരാഴ്ചയായി ആൽഫ തറവാട്ടിലെത്തി പ്രാഥമിക പരിശീലനം നേടിയ ശേഷം ഇന്ന് നെടുമങ്ങാട് സെന്ററിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. ആൽഫ എടമുട്ടം തറവാട്ടിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർക്ക് സഞ്ചരിക്കാനുള്ള കാർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത് കൈമാറി. അസിസ്റ്റന്റ് PRO റാഫി പോൾ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, ഡ്രൈവറായി ചുമതലയേറ്റ മുഹമ്മദ് അൽ ഫയാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. മണക്കപ്പാടം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ഓണാഘോഷം. സംസ്ഥാന സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആൽഫ ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടയം ജില്ലാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, നഴ്സുമാരായ മിനി, ബിന്ദു, ഫിസിയോതെറാപ്പിസ്റ്റ് അനുമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ഒക്ടോബർ 8 ഏറ്റുമാനൂരിൽ നടക്കുന്ന വാക്കത്തോണിൽ പങ്കെടുക്കാമെന്നും സെന്റർ സഹായത്തിനായി നൽകിയ പ്രപ്പോസൽ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി. ആൽഫ പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. NSS പ്രോഗ്രാം കോർഡിനേറ്റർ സൂസൻ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. +1, +2 തലത്തിൽ ഉള്ള 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു ക്ലാസ് നയിച്ചു. തുടർന്ന് സെന്ററിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ സെന്ററിലേക്ക് അയക്കാനും ആയുഷ് ക്ലബ് രൂപീകരിക്കാനും തീരുമാനിച്ചു. ആൽഫ തറവാട്ടിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാന വിതരണം അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ട്രെയിനി ഹാളിൽ നടക്കുമെന്ന് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത് അറിയിച്ചു. എല്ലാ സ്റ്റാഫ് അംഗങ്ങളും കൃത്യസമയത്ത് പങ്കെടുക്കണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.